അപ്പോഴേ ഇവിടെയൊക്കെ ഉണ്ടല്ലോ രാവിലെ ഇപ്പം നല്ല തണുപ്പാണേ. രാവിലെ എണീക്കാനേ തോന്നത്തില്ല, പൊതച്ച് മൂടി ഇങ്ങ് കിടന്നുറങ്ങാൻ തോന്നും. പക്ഷെ പറ്റില്ലല്ലോ, ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകാനുള്ളവരുള്ളത് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. രാവിലെ എഴുന്നേറ്റേ പറ്റൂ. അങ്ങനെ ചൂടുവെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചേ, എന്നിട്ട് റൈസ് കുക്കറിൽ നിന്ന് ചോറ് ഇച്ചിരി വെള്ളം കൂടി വെച്ച് പയ്യെ ഒന്ന് ചൂടാക്കാൻ വെച്ചേ. പിന്നെ കയ്യോടെ തന്നെ ഇച്ചിരി അധികം തേങ്ങ അങ്ങ് ചിരണ്ടി എടുത്തു കേട്ടോ. അധികം അങ്ങ് ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ കറി വയ്ക്കാൻ നേരത്തെ ഇച്ചിരിച്ച് പോയി ചിരണ്ടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ശകലം ചെറുപയർ എടുത്ത് കുക്കറിലേക്ക് ഇട്ടു. ടിന്നിനകത്ത് കൊള്ളാത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാമെന്ന് ഓർത്ത് അത് ആദ്യം കുക്കറിനകത്തേക്ക് ഇട്ടു. പിന്നെ ഇച്ചിരി കൂടെ വേണമായിരുന്നു. പിന്നെ ടിന്നിനകത്തുള്ളതും കൂടെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി അടുപ്പത്തേക്ക് വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുട്ടും പയറുമാണ് രാവിലെ ഉണ്ടാക്കണത്. ഞാനിവിടെ ചെറുപയർ വെള്ളത്തിലൊന്നും ഇടില്ല, ഇട്ടാലും ഒത്തിരി അവിഞ്ഞു പോകും വെന്ത് കഴിയുമ്പോഴേ. അതുകൊണ്ട് ഞാനിപ്പം ചെയ്യാറില്ല കേട്ടോ. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കാനുള്ള അപ്പൂന് കൊണ്ടുപോകാനുള്ള വെള്ളം ആദ്യം അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ശകലം കാപ്പിപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. അലമാരി തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ആകെ അലങ്കോലമായിട്ട് കിടക്കണ്. തലേദിവസം അപ്പനും മക്കളും കൂടെ ബുൾസയോ ഓംലേറ്റോ എങ്ങാണ്ടിട്ട് അടിച്ചതാ. എണ്ണ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എല്ലാ ടിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും വെച്ചേക്കണുണ്ട്. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഞാൻ അത് എൻ്റെ കൈപ്പക്കമായിട്ട് എല്ലാം അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമായിട്ട് എനിക്കൊന്ന് സമാധാനമായത്. അല്ലെ കൈയിടാൻ പറ്റില്ലാത്ത രീതിയിലാണ് എല്ലാം കൂടെ അഴിച്ചു കുഴച്ച് ഇട്ടേക്കണത്. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി എല്ലാം അടുക്കി പറക്കിയാണോ ഇരിക്കണേന്ന് അറിയാൻ വേണ്ടി തല അലമാരിക്ക് അകത്തേക്കിട്ട് തെക്കും വെക്കും ഒന്നോടെ നോക്കി സമാധാനിച്ചു. അങ്ങനെ നോക്കി സംതൃപ്തി അടഞ്ഞിട്ട് ഞാൻ ആ കാപ്പിയിലേക്കല്ല ചൂടുവെള്ളത്തിലേക്ക് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കാപ്പിയൊക്കെ റെഡിയാക്കി. തലേ ദിവസം തന്നെ പിറ്റേന്ന് കൊണ്ടുപോകാനുള്ള പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കുവേ. ഇതെന്നാന്ന് മനസ്സിലായോ? ഇത് പാവയ്ക്ക് മുരിങ്ങയ്ക്കയുടെ അകത്തെ ഫ്ലഷും ഇട്ട് തോരൻ വെക്കാൻ ഓർത്താണ്. എന്നിട്ട് ഇത് തേങ്ങയൊക്കെ ഇട്ട് ലാസ്റ്റ് തോരൻ വെച്ച് കഴിഞ്ഞ് ഇച്ചിരി ഉണക്കച്ചിമ്മീനും കൂടെ പൊടിച്ച് ചേർക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയാവോ, എന്നാ മണമെന്നറിയാവോ? ഞാൻ കാണിച്ചു തരാവേ. മണം കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ മണത്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ പയ്യെ ചൂടായി തിളച്ചു. ഗ്യാസ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ അത് കത്തിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ കത്തുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഊതിയും പറക്കിയൊക്കെ അവസാനം ലാസ്റ്റ് ഒന്ന് കത്തിച്ചെടുത്തു. നല്ല ചൂടായിട്ടിരുന്നിട്ട് പിന്നെ ഒന്നുകൂടെ കത്തിക്കുമ്പോഴത്തേക്കും പപ്പാന്ന് അടിച്ചുകൊണ്ടിരിക്കും. എന്താണോ എനിക്കറിയില്ല. പിന്നെ ആ അടുപ്പിലേക്ക് ചീഞ്ചട്ടി എടുത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ശകല സവോള എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടല്ലോ ആ എണ്ണയ്ക്കകത്തേക്ക് പാവയ്ക്കയും ഒക്കെ അങ്ങ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും ഇച്ചിരി അധികം കറിവേപ്പിലയും ഒക്കെ ഇട്ടങ്ങ് മൂടി അങ്ങ് വെച്ചു. കറിവേപ്പിലയുടെ തണ്ട് പോലും ഞാൻ കളയില്ല കേട്ടോ. ഞാൻ കുരുരാന്നങ്ങ് നുറുക്കി അങ്ങ് ഇടും അതിനകത്തേക്ക് തന്നെ. പാവയ്ക്ക അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ മഞ്ഞപ്പുട്ട്, അതായത് ചോളപ്പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചു. ഇച്ചിരിയും കൂടി ഡാർക്കായിട്ട് വരണമായിരുന്നു കേട്ടോ. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി ഡാർക്കാക്കാൻ പോയില്ല. തേങ്ങ ഇട്ടു, വറുത്ത ചെമ്മീനൊക്കെ ഇട്ട് മാറ്റി. അയലത്തല ഇരിപ്പുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്നുപോയി, ഫ്രീസായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് വേഗം അതങ്ങ് ഫ്രീസ് മാറ്റി വറുത്തൊക്കെ എടുത്തു. പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചു. ഇയോടെ അപ്പൂൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ചോറിട്ടു, മീൻ വറുത്തത്, പാവയ്ക്കാത്തോരനൊക്കെ വെച്ചങ്ങ് അടച്ച് പിന്നെ ലഞ്ച് ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് അവളുടെ കയ്യിൽ തന്നെ ബാഗിൽ വെക്കാൻ പറഞ്ഞ് കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ കയ്യോടെ അവൾക്ക് കുറച്ച് പുട്ട് വാരി കൊടുത്തു കേട്ടോ, പുട്ടും പയറും. എനിക്ക് വെള്ളം എടുക്കാൻ മറന്നുപോയി. ഞാനപ്പോൾ അടുക്കളയിൽ പോയി ഓടിപ്പോയി കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അവളെയും വിളിച്ചിട്ട് വേഗം വണ്ടി വരാറായി. അങ്ങനെ വേഗം അവളെ പറഞ്ഞു വിട്ട് ഞാൻ കുറച്ച് നേരം അവൾ പോകണം എങ്ങനെ നോക്കിക്കൊണ്ട്. അങ്ങനെ അവളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഞാൻ വന്ന് ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കാമെന്ന് ഓർത്ത് നോക്കിയപ്പോൾ പഞ്ചസാരയില്ല. അങ്ങനെ തട്ടിപ്പൊത്തി പഞ്ചസാരയൊക്കെ ഇട്ട് എല്ലാ കാപ്പിയിലേക്ക് മൊത്തം അങ്ങ് പഞ്ചസാര അങ്ങ് ഇട്ടു. ഗ്ലാസ് ഒന്നും തപ്പാൻ പോയില്ല, ആ കുട്ടളത്തിൽ തന്നെ ഞാനങ്ങ് കമത്തി വായിക്കകത്തേക്ക്. പിന്നെ ഒരു കപ്പിൽ കുഞ്ഞിനും കൊടുത്തു, പിന്നെ അബീത്തേട്ടനും കൊടുത്തിട്ട് ചാറുകറി എന്തെങ്കിലും വെക്കാമെന്നുള്ള ശകലം പരിപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുഞ്ഞി കഷ്ണം മത്തങ്ങയൊക്കെ എടുത്ത് അരിഞ്ഞ് കുക്കറിലിട്ട് കറിവേപ്പില നല്ലപോലെ പിച്ചി കീറി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അടുപ്പത്തേക്ക് വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ശകലം കൂണും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് പോകുമല്ലോ എന്നോർത്ത് എൻ്റെ ഫേവററ്റ് സാധനമാണ്. അപ്പോൾ അങ്ങനെ കൂണും മെഴുക്കുവരട്ടിയൊക്കെ വെച്ചു. പിന്നെ അബീത്തേൻ്റെ ലഞ്ച് ബോക്സിലേക്ക് പാവയ്ക്കാത്തോരനും കൂണ് മസാലയിട്ട് മെഴുക്ക് വരട്ടിയും പിന്നെ മീൻ വറുത്തത് 2 അങ്ങ് അമ്മയ്ക്ക് അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ ചോറിനകത്തേക്ക്.
പൂവിൻ്റെ ചാളാന്ന് അയല വറുത്ത് ശരിക്കും മൊരിയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് കടിച്ച് തിന്നാൻ പാകത്തിനാണ്. പിന്നെ ശകലം ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്തു. ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ. അങ്ങനെ പരിപ്പും മത്തങ്ങയും തിളച്ച വഴിയായിരുന്നേ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് അടിയിൽ ഇങ്ങനെ പാത്രം വെച്ചിട്ട് കുറച്ച് ചൂടാറട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ വെച്ചോ. ഇതെൻ്റെ ഫേവറേറ്റ് അച്ചാറാണ് കേട്ടോ, നാരങ്ങ. പക്ഷേ ഇപ്പം കൂട്ടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണതാ. ഇട്ട് കൊടുക്കണോ? അപ്പം ഇതന്നെ എൻ്റെ നാക്ക് എപ്പോഴും ഉടക്കും. ഇഷ്ടമല്ല, എന്നാലും ഭംഗിക്ക് ഇരുന്നോട്ടെ അല്ലേ. നമുക്ക് ഈ ശകലം നാരങ്ങ അച്ചാർ അച്ചാർ വേണ്ട കൊടുക്കണ്ട അല്ലേ. സത്യമായിട്ട് എൻ്റെ മണം അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നക്കാൻ തോന്നും. പക്ഷെ വേണ്ട, പട്ടി കടിച്ച് ഇഞ്ചക്ഷൻ എടുത്തല്ലേ, 3-4 മാസത്തേക്ക് കഴിക്കണ്ടെന്നാ പറഞ്ഞേക്കണേ വീട്ടിൽ നിന്നൊക്കെ. ഈ പാത്രത്തിന് ഇച്ചിരി ഇളക്കം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇളക്കത്തിന് ഇച്ചിരി എന്താ പറയുക, പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടയ്ക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ഓക്കേ, സീ യു.